ഫാത്തിമ തഹ്ലിയുടെ വാദങ്ങളൊക്കെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പൊളിഞ്ഞുകൊണ്ടിരിക്കുക. അതായത് സ്ട്രോങ് റൂം തുറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിവാദം. അതായത് ഇത് നേരത്തെ അറിയിപ്പ് കിട്ടിയിട്ട് പോലും അറിയിച്ചില്ല എന്നുള്ള ഒരു കാര്യം ഇപ്പൊ വലിയ രീതിയിൽ അതിർത്തിയായിട്ടുണ്ട്. അതായത് ലീഗിനിടയിലും UDF-നിടയിലും ഒക്കെ തഹ്ലിക്കെതിരെയുള്ള കരുക്കൾ നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. തഹ്ലിയ തുടക്കം പോലെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ഫാത്തിമ തഹ്ലിയ എന്ന് പറയുന്ന ഒരു വനിതാ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ഥാനാർത്ഥിത്വം തന്നെ ഇച്ചിരി പ്രശ്നത്തിലായിരുന്നു. അതായത് നൂർബീന റഷീദ് എന്ന് പറയുന്ന വനിതാ ലീഗിന്റെ നേതാവ് തന്നെ അതിനെക്കുറിച്ച് ശക്തമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട്. അതായത് പാണക്കാട് സ്ഥിരം കയറി ഇറങ്ങിയിട്ടാണ് ഫാത്തിമ തഹ്ലിയെ ഇങ്ങനെ ഒരു സീറ്റ് തരപ്പെടുത്തിയെടുത്തത് എന്ന് വരെയുള്ള പരാമർശങ്ങൾ ഈ പറയുന്ന നൂർബീന റഷീദ് എന്ന് പറയുന്ന അവരുടെ വനിതാ ലീഗിന്റെ പിന്നെ മുതിർന്ന വനിതാ നേതാക്കളിൽ നിന്ന് പോലും ഉണ്ടായി എന്നുള്ളതാണ് അതിനകത്തിൽ രസകരമായ ഒരു കാര്യം. ഇനി നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പം തുറന്ന സ്ട്രോങ് റൂം ആണോ? ശരിക്കും അല്ല. അവിടെ മെറ്റീരിയൽ റൂമാണ് അത് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഈ തഹ്ലിയ തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവർ 8 മണിയായപ്പോൾ ഇവർക്കൊരു ഫോൺ കോൾ വന്നിരുന്നു എന്ന് പറയുന്നു. അതായത് ആ റിട്ടേണിംഗ് ഓഫീസറാണ് വിളിച്ചത്, റിട്ടേണിംഗ് ഓഫീസർ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ ഞങ്ങൾക്ക് സ്ട്രോങ് റൂം തുറക്കണം, ഞങ്ങൾ 9 മണിക്ക് തുറക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കുക, തുറക്കുന്നതിന് 1 മണിക്കൂർ മുൻപ് തന്നെ JTD ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടായിരുന്നു. അതായത് അവരുടെ അടുത്തുള്ള ഇത് സൂക്ഷിക്കുന്ന സ്ഥലമാണ്, അവിടെ JTD ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള അവിടെ തുറക്കാൻ പോകുന്നു എന്നുള്ള വിവരം 8 മണിയായപ്പോൾ വിവരം വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു നിങ്ങൾ മെയിൽ പോലും തന്നിട്ടില്ല, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. 9 മണിക്ക് തുറക്കുന്നു, അപ്പോഴും പോയില്ല. പിന്നീട് 11 മണിയായിട്ട് അവർ തുറന്നില്ല. 11 മണിക്ക് ഒരു മെയിൽ അവർ പകരം അയച്ചു. കാര്യകാരണ സഹിതം അവർ ഫാത്തിമയ്ക്ക് മെയിൽ അയക്കുകയുണ്ടായി. അതിനുശേഷം അവർ പോയില്ല, ഒരു ഏജന്റാണ് പോയത്. ഏജന്റ് എന്ന് പറയുമ്പോൾ ഹസ്ബൻഡാണ് പോയത്, ഷഹനാസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഹസ്ബൻഡ് അവിടെ ചെന്നു. ഹസ്ബൻഡ് അവിടുത്തെ രേഖകളിൽ തൻ്റെ മുന്നിൽ അതല്ലെ തന്നെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് ആ മെറ്റീരിയൽ റൂം ഓപ്പൺ ചെയ്തത് എന്ന് ഒപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പുള്ളിയുടെ ഇതിലാണ് തുറന്നതെങ്കിൽ പിന്നെന്താ പ്രശ്നം? അവരുടെ ഒരു ഏജന്റ് കൂടെ ഇല്ലേ? അപ്പോൾ എങ്ങനെയാണ് വോട്ട് തിരിമറി നടത്തുക? വോട്ട് തിരിമറിക്കുള്ള പോസിബിലിറ്റി ഇല്ല. കാര്യം അവരുടെ ഒരു ഏജന്റ് ഒപ്പം ഉണ്ട്. സ്ഥാനാർത്ഥികളോ അല്ലെങ്കിൽ അവരുടെ ഏജൻസോ ഉണ്ടാവണം എന്ന് മാത്രമാണ് നിയമം. അപ്പോൾ അങ്ങനെ ഫാത്തിമ തഹ്ലിയയുടെ ഭർത്താവ് അവിടെ ഉണ്ടായിരുന്നു, അയാളെ ഇലക്ഷൻ ഏജന്റ് എന്നുള്ള നിലയിൽ. അപ്പോൾ അങ്ങനെ അത് പ്രതിനിധി എന്ന് നമ്മൾ പറയില്ലേ, അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു, ആളവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ആ മെറ്റീരിയൽ റൂം തുറന്നത്. അവർക്ക് കുറച്ച് ഡേറ്റാസ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ കുറേ മെറ്റീരിയൽ അവിടെ ഉണ്ടായിരുന്നു. അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ റൂം തുറക്കുന്നത്. ഇവിടെ സംഭവിച്ച കാര്യം, എന്നാൽ ഈ വിവരങ്ങൾ വല്ലതും അവിടുത്തെ UDF-ന്റെ നേതൃത്വത്തോട് ഇവർ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്കാർക്കും ഇതിനെക്കുറിച്ച് അറിവില്ല. പിന്നീട് ഈ പ്രവീൺ കുമാർ അടക്കമുള്ള അവിടുത്തെ DCC അധ്യക്ഷനാണ് പ്രവീൺ കുമാർ അടക്കമുള്ള നേതാക്കന്മാർ LDF-നെതിരായി അവിടെ എന്തോ തിരിമറി ഇലക്ഷൻ കമ്മീഷനുമായി ഒത്തുകളിച്ചുകൊണ്ട് അവിടെ ഒരു വലിയ തിരിമറിക്ക് പദ്ധതി ഇടുകയാണ്. അതായത് വോട്ട് മറിക്കാൻ ശ്രമിക്കുകയാണ്. അതിനുവേണ്ടി EVM-നകത്ത് കൃത്രിമത്വം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നടപടിക്രമമായിട്ട് മുന്നോട്ട് പോയത് എന്നാണ് ഫാത്തിമ തഹ്ലിയ അടക്കമുള്ള UDF നേതാക്കന്മാരടക്കമുള്ള ആളുകൾ പ്രതികരിക്കുന്നത്. എന്നാൽ ഈ വാദങ്ങൾ പൊളിയുന്നത് സ്ട്രോങ് റൂം അല്ല എന്നുള്ള കാര്യത്തിൽ ആദ്യം വാദം പൊളിയുന്നു. പിന്നീട് രണ്ടാമത്തെ കാര്യം, ഈ 8 മണിക്കും 11 മണിക്കും തുറന്നിട്ടില്ല എന്നും ഇവരെത്തിയതിനു ശേഷമാണ് അത് തുറന്നതെന്നും ഇവരുടെ ബൈറ്റുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു കൃത്രിമത്വമോ കള്ളക്കളിയോ നടന്നിട്ടില്ല. അതാണ് വസ്തുത. ആരും അറിയാതെ സ്ട്രോങ് റൂം തുറന്നിട്ടുമില്ല. അവരെ കൃത്യമായി ഇത് തുറക്കുന്നതിന് 3.5 മണിക്കൂർ മുൻപ് തന്നെ ഈ ഫാത്തിമ തഹ്ലിയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനകത്തൊരു കള്ളത്തരം പറയേണ്ട ആവശ്യമില്ല, അല്ലെ കള്ളത്തരമല്ല നടന്നിരിക്കുന്നതെന്ന് വ്യക്തം. ഇനി അടുത്ത മറ്റു ചില കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞ് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഈ രീതിയിൽ ഇതിനെ വളച്ചൊടിക്കപ്പെട്ടത് എന്നുള്ളത് വേറൊരു കാര്യം. ഇതൊരു പക്ഷേ വലിയ പ്രശ്നം ഉണ്ടാക്കാതെ ഒരു കെട്ടടങ്ങമായിരുന്ന ഒരു വിവാദമായിരുന്നു. ഈ ഫാത്തിമ തഹ്ലിയ നേരത്തെ തന്നെ പിന്നെ TP രാമകൃഷ്ണൻ എന്ന് പറയുന്ന അവിടെ പേരാമ്പ്രയിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥിക്കെതിരെ മതത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഉപദ്രവം ചെയ്തിരുന്നു. അതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ ഇലക്ഷൻ കമ്മീഷൻ വരെ പരാതി പോയിരുന്നു. കാര്യം മതം ഉപയോഗിക്കുന്നു, ഇവരെ മതപരമായി അധിക്ഷേപിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. എന്ന് വെച്ചാൽ അതിനു മുമ്പ് ഇവരൊരു വീഡിയോ ഇറക്കിയിരുന്നു. ഈ PK ഫിറോസും ഒക്കെ ചേർന്നിട്ട് ഒരു വീഡിയോ ഇറക്കിയിരുന്നു. അപ്പോൾ വീഡിയോ ഇറക്കാന്ന് വെച്ചാൽ കേരളത്തിൽ അതിദരിദ്രമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചല്ലോ കഴിഞ്ഞ 2025 നവംബർ മാസത്തിൽ. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്നാൽ അതിദരിദ്രന്മാരായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. വീട്ടിലേക്ക് കയറി ചെന്നിട്ട് ഒരു വീട് കാണിക്കുന്നു. ഒരു വീട് കാണിച്ചിട്ട് അവരിവിടെയാണ് കിടക്കുന്നത്, അവരിവിടെയാണ് ആഹാരം പാചകം. ഒരു വീടല്ല, ഷെഡാണ്. ഉറപ്പില്ലാത്ത 4 വശവും ഈ ഷീറ്റ് കൊണ്ട്, പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ച മേൽക്കൂരയും പ്ലാസ്റ്റിക് ഒക്കെ ഒതുക്കിയിട്ട ഒരു ചെറിയ ഒരു ഷെഡ്.
ആ ഷെഡിൽ അവര് പല കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് പോവുകയും ഇതാണ് ഇവിടെയാണ് അവർ പാചകം ചെയ്യുന്നത് എന്നിട്ട് പറയുന്നു ഇങ്ങനെ ഇതാണ് കേരളം, കേരളത്തിലെ സംസ്ഥാന സർക്കാർ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചുവെങ്കിൽ തന്നെയും അവർക്ക് കയറി കിടക്കാൻ വീടില്ല, അതില്ല, മറ്റതില്ല, മറിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ വ്യാപകമായി അങ്ങ് പ്രചരിപ്പിച്ചു. സർക്കാരിനെയും പിണറായി വിജയനെയും ഇവിടുത്തെ സംവിധാനങ്ങളെ, റവന്യൂ വകുപ്പിനെ എല്ലാം കുറ്റം പറയുന്നതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ വ്യാപകമായി ഈ പറയുന്ന ആളുകൾ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതും ഈ തഹ്ലിയ ഉണ്ടാക്കി വെച്ചൊരു പൊല്ലാപ്പാണ്. എന്നാൽ അതിനുശേഷം ഈ വീഡിയോ പുറത്തേക്ക് വന്നപ്പോൾ ചില ആളുകൾ അവിടേക്ക് ചെല്ലുകയും അവർക്ക് ലൈഫ് മിഷൻ പദ്ധതി വഴി വീട് കിട്ടിയ ഒരാളാണ്, അവർക്ക് വീട് കിട്ടി, ആ വീട്ടിൽ അവർ താമസവുമാണ്. അവര് ചെന്ന് അന്വേഷിക്കുന്നത് ഈ വിറക് പുരയായിരുന്നു അവരുടേത്. അവര് പുറത്തിട്ടിടയ്ക്ക് കഞ്ഞി വെക്കും. നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവുമല്ലോ, ചെറിയ ഷെഡ് അടിച്ചിട്ടുണ്ടാവും പുറത്ത്. നാട്ടിൻപുറങ്ങളിൽ പോയാൽ നമുക്ക് കാണാം പുറത്ത് ഈ വിറക് ഇട്ട് വെക്കാനും ആ കൂടെ നമ്മൾ ചിലപ്പോൾ ഈ വീട്ടിൽ ഗ്യാസ് കണക്ഷൻ വിറക് പുര ഉണ്ടാവും, അതിന്റെ കൂടെ ചെറിയ അടുപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവിടെ ചിലപ്പോൾ അരി ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വലിയ ഹെവി പാചകങ്ങളൊക്കെ ചിലപ്പോൾ അവിടെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പൊ ഇവരെ സമയത്ത് അവർ കയറി കിടക്കാൻ വീടുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ലൈഫ് മിഷനിലൂടെ അവർക്ക് വീട് കിട്ടുകയും ചെയ്തു. അപ്പം ഈ രീതിയിലൊരു കള്ളത്തരം കാണിച്ചുകൊണ്ട് വ്യാപകമായി ഈ വീഡിയോ അങ്ങ് പ്രചരിപ്പിക്കുകയും ചെയ്തു. അപ്പൊ തുടക്കം മുതൽ തന്നെ ഫാത്തിമ തഹ്ലിയ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ഉഡായിപ്പും കൊണ്ടാണ് രംഗത്തേക്ക് ഇറങ്ങുന്നത്. ഇത് പലർക്കും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇത് സത്യസന്ധമല്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ അവിടങ്ങളിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ നേതൃത്വത്തിന് തന്നെ വല്ലാത്തൊരു അവമതിപ്പുണ്ടായി. കാര്യം ഇവർ ഈ ശരിയായ ദിശയിലല്ല രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടുപോകുന്നത്, ഉഡായിപ്പിലൂടെ കൊണ്ടുപോകുന്ന ഒരാളാണ് എന്നുള്ള കാര്യം അവിടുത്തെ ആളുകൾക്ക് ബോധ്യപ്പെട്ടു തുടങ്ങി. അതോടുകൂടി പ്രാദേശികമായി തന്നെ കോൺഗ്രസിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ UDF-നുള്ളിൽ നിന്ന് തന്നെ ഫാത്തിമ തഹ്ലിയക്കെതിരായിട്ട് ശക്തമായ ഒരു എതിർവികാരമുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഈ രീതിയിൽ യഥാക്രമം ഈ കാര്യങ്ങൾ അറിയിക്കാൻ വൈകിപ്പോയി എന്നുള്ള ഒരു പരാതിയും ഈ പറയുന്ന അവിടുത്തെ UDF നേതൃത്വത്തിനുണ്ട് പേരാമ്പ്രയിലെ. അപ്പൊ ഇങ്ങനെയെല്ലാമാണ് ഫാത്തിമ തഹ്ലിയ സ്റ്റാർ ആവാൻ ശ്രമിച്ചത്. ആദ്യം മതം പറഞ്ഞു, വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് സ്റ്റാർ ആവാൻ ശ്രമിച്ചത്. ഇപ്പൊ നമ്മൾ അതിന്റെ ഒരു എൻഡ് ഓഫ് ദി ഡേ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതില് പല മണ്ഡലങ്ങളിലും, കോഴിക്കോട് ജില്ലയിലെ പല മണ്ഡലങ്ങളിലും ഇപ്പോൾ സത്യം പറഞ്ഞാൽ UDF ഒരു പരാജയ ഭീതി മണക്കുന്നുണ്ട്. നേരത്തെ ഒരു ക്ലീൻ സ്വീപ്പ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തന്നെയും പല മണ്ഡലങ്ങളിൽ നിന്നുകൊണ്ട് പരിശോധിക്കുമ്പോഴും ഈ പറയുന്ന UDF-ന് ഒരു വീഴ്ച സംഭവിക്കാനുള്ള സാധ്യത അവർ കാണുന്നുണ്ട്, മുൻകൂട്ടി കാണുന്നുണ്ട്. ആ മുൻകൂട്ടി കാണുന്നതിന്റെ ഫലമായിട്ട് എങ്ങനെയും ഇവിടെ ഒരു എന്താ പറയാ ഒരു പരാജയത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെ ഇതിനെ ഡിഫെൻഡ് ചെയ്യണം എന്നുള്ളൊരു ചോദ്യം വരും. എങ്ങനെ ആയിരിക്കണം നമ്മൾ ഡിഫെൻഡ് ചെയ്യേണ്ടത്? ആ ഡിഫെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇറക്കുന്ന ചില കള്ള പ്രചരണങ്ങളാണ് ഇപ്പോൾ ശരിക്കും അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പറയാമല്ലോ, ഇനിയിപ്പോൾ അവര് പിന്നെ സ്ട്രോങ് റൂം തുറന്നു, ഈ EVM-നകത്ത് അട്ടിമറി നടത്തി, ആ അട്ടിമറിയിൽ ഞങ്ങൾ പരാജയപ്പെട്ടു, കഴിഞ്ഞു, സംഭവം കഴിഞ്ഞു. ശരി, അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ LDF-ന് എന്തുകൊണ്ട് പരവൂരിൽ പരീക്ഷിച്ചുകൂടാ? പറവൂരിൽ പരീക്ഷിച്ച VD സതീശനെ പരാജയപ്പെടുത്തരുതോ? അവിടെ ടൈസൺ മാസ്റ്റർക്ക് കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയിട്ട് CPIക്ക് വോട്ട് രേഖപ്പെടുത്തി അവിടെ VD സതീശനെ പരാജയപ്പെടുത്തിയാൽ വേറെ ഒരു പ്രശ്നമില്ല. അപ്പൊ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള എത്രയോ മണ്ഡലങ്ങളുണ്ടെന്ന ഇടതുപക്ഷത്തിന്, ആ മണ്ഡലങ്ങളിലങ്ങ് വിജയിച്ചാൽ പോരെ? എന്തിനാ ഈ പറയുന്ന ഫാത്തിമ തഹ്ലിയെ പോലുള്ള സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തേണ്ട ആവശ്യം എന്തുവാ? തന്നെയല്ല, ഈ നമ്മൾ പരിശോധിക്കേണ്ട കാര്യം പേരാമ്പ്ര എന്ന് പറയുന്ന മണ്ഡലം തന്നെ ഇവിടെയാണ്. ഇതിനു മുൻപ് പേരാമ്പ്ര മണ്ഡലത്തിനകത്തൊരു ഒരു വേറൊരു ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഷാഫി പറമ്പിൽ അവിടെ നടത്തിയ പരിപാടി നമുക്കറിയാമല്ലോ. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കാര്യമാണ്. അപ്പം മൊത്തത്തിൽ പേരാമ്പ്ര മണ്ഡലവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നേരത്തെ മുതൽ തന്നെ കോൺഗ്രസ് വലിയ നാടകം പദ്ധതിയിട്ടുണ്ടായിരുന്നു. ആ നാടകത്തിന്റെ പരിണിത ഫലമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നതല്ല. അല്ലെങ്കിൽ അവിടെ ഇത്രയും വലിയൊരു വിവാദമൊന്നും ഉണ്ടാക്കേണ്ട യാതൊരു ആവശ്യമില്ല. അത് അവർക്ക് തന്നെ മനസ്സിലായി. കോൺഗ്രസിന്റെ അവിടുത്തെ നേതാക്കന്മാർക്ക് തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ തഹ്ലിയെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. ഇതിപ്പോ ഒരു നുണ ഫാക്ടറിയിലാണ്. ചില നുണകൾ ഇങ്ങനെ ഉണ്ടാക്കി ഇറക്കി ഈ പരാജയത്തിന് ആർക്കും കണ്ടുകൂടായി. പാർട്ടിക്കാർക്ക് പോലും വേണ്ടാത്തൊരവസ്ഥയിലേക്ക് ഫാത്തിമ തഹ്ലിയ എന്ന് പറയുന്ന നേതാവ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പിന്നെ കുറെ അധികം കള്ളത്തരം പ്രചരിപ്പിക്കുക, ഈ പരാജയത്തെ എങ്ങനെ മറച്ചു പിടിക്കാം, അല്ലെങ്കിൽ ഈ പരാജയത്തിൽ നിന്ന് എങ്ങനെ മുഖരക്ഷിക്കാം എന്നുള്ള ഒരു നെട്ടോട്ടത്തിലാണ് ശരിക്കും പറഞ്ഞ കോൺഗ്രസ് പാർട്ടി എന്ന് പറയേണ്ടി വരും.